JLPT അതുപോലത്തെ തന്നെ സിമിലർ ആയിട്ടുള്ള എക്സാമിനേഷൻസിൻ്റെ ഒരു പ്രശ്നം ഞാൻ കണ്ടേക്കണമെന്ന് വെച്ചാൽ കൂടുതലും ആൾക്കാർ എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ടായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. മേജർ ഡിഫിക്കൽട്ടീസ് വരുന്നത് നമ്മളിപ്പോൾ മലയാളത്തിലും ഇംഗ്ലീഷൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഒരു സ്ക്രിപ്റ്റ് അല്ല. ജാപ്പനീസിൽ മെയിൻ ആയിട്ട് 3 സ്ക്രിപ്റ്റ്സ് ആണ് വരുന്നത്. നമ്മൾ മാസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ജാപ്പനീസിൽ റിട്ടേൺ ആയിട്ടുള്ള ഫോർമാറ്റിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും. ഡെയിലി ലൈഫ് കോൺവെർസേഷൻ നമുക്ക് മിനിമം ഒരു എൻട്രി ഉണ്ടെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് ഡെയിലി ലൈഫ് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ആനിമെ കാണാൻ വേണ്ടി ഇഷ്ടമുണ്ടെങ്കിൽ ആ ആനിമയിലത്തെ ഒരു ഫ്രേസസ് പറയുമ്പോഴേക്കും അതിൽ നിന്ന് ഞാൻ ബിൽഡപ്പ് ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ജപ്പാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജ്യത്ത് നമുക്ക് എങ്ങനെ പോകണം എന്നുള്ളതാണ് ഇവിടെ നമ്മളുടെ ഒരു ഡിസൈഡ് ഫാക്ടറായിട്ട് വരുന്നത്. വർക്ക് അല്ലെങ്കിൽ എന്താ പറയുക സ്റ്റഡീസ് ആണെങ്കിൽ ജാപ്പനീസ് ലാംഗ്വേജ് പ്രൊഫഷൻസി നമ്മൾ പ്രോപ്പറായിട്ടുള്ള ലെവൽ വേണം, അവർ ചോദിക്കുന്ന ലെവൽ വേണം. ഇപ്പോൾ വർക്കിനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ N3 ചോദിക്കും, ചിലപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് വന്നേക്കുന്ന എന്താ പറയുക സ്കീംസ് ഒക്കെ ആണെങ്കിൽ N4 ആ ഒരു ലെവലിൽ ചോദിക്കും. നമുക്ക് അവിടെ അത്രയും സാലറി ഉണ്ടാവും ആഫ്റ്റർ നമ്മുടെ സ്റ്റഡീസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ജോബിനായാലും? ഇവിടെ കിട്ടുന്നതിലും കൂടുതൽ സാലറി ഉണ്ടാവും. നിങ്ങളിൽ നിന്ന് ആ ഒരു പൊട്ടൻഷ്യൽ അവർ കാണുന്നുണ്ടെങ്കിൽ അവർ കോഴ്സ് നമ്മളിപ്പോൾ പറഞ്ഞാൽ മതി, അവർ സഹായിക്കാൻ വേണ്ടി തയ്യാറായിരിക്കും. മോട്ടിവേഷനും കൺസിസ്റ്റൻസിയും കൂടുതൽ എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടി നമുക്കിപ്പോൾ എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂഷൻ എടുക്കണമായിരിക്കും കൂടുതലും സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിലാണ് നമുക്ക് വേക്കൻസീസ് ജപ്പാനിൽ വരുന്നത്. പക്ഷേ ലാംഗ്വേജ് വേറെ രീതി പറഞ്ഞാൽ ലാംഗ്വേജ് മാത്രം ഉണ്ടെങ്കിൽ, അത് മാത്രം എക്സ്ട്രാ ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. ഹലോ ഗൈസ്, വെൽക്കം ടു ടോക്കിയോ ഇന്റർനാഷണൽ അക്കാഡമി. ഇന്ന് എൻ്റെ കൂടെ ഇവിടെ ഗസ്റ്റ് ആയിട്ടുള്ളത്, ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് ആ ഗസ്റ്റിനെ കുറിച്ച് പറയാനായിട്ട്. കാരണം വളരെ യങ് ആയിട്ടൊരു ഏജിൽ തന്നെ N1 കംപ്ലീറ്റ് ചെയ്ത് ജപ്പാനിലോട്ട് പോയൊരു പേഴ്സൺ ആണ്. സോ വെൽക്കം ടു ടോക്കിയോ ഇന്റർനാഷണൽ അക്കാഡമി. ഇവിടെ വരുന്ന ഒരു ടൈമിൽ ഇവിടെ നിന്ന് എൻ്റെ അടുത്ത് കുറേ പേര് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വളരെ യങ് ആയിട്ടൊരു ഏജിൽ, അതായത് +1 കാലഘട്ടത്തിൽ N1 കംപ്ലീറ്റ് ചെയ്ത് ജപ്പാനിലോട്ട് പോയൊരു ആ ഒരു ടൈം പീരീഡ് ഉണ്ടല്ലോ, എങ്ങനെയായിരുന്നു ആ ഒരു ടൈമിൽ ജപ്പാൻ പഠിക്കാം അല്ലെങ്കിൽ ജപ്പാനിലോട്ട് പോകാം എന്നൊരു ആലോചനയൊക്കെ എങ്ങനെയാണ് വന്നത്? ഞാൻ ഇനീഷ്യലി ഒരു 6th ശരിക്കും അതിനേലും മുമ്പിലോട്ട് പോകും. 10 years old ആയിരുന്നപ്പോഴേക്കും ഞാൻ ഇപ്പോൾ കാർട്ടൂൺ നെറ്റ്വർക്കും നമ്മുടെ ഓരോ ചാനൽസ് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ടൈമിങ്ങിൽ ഞാൻ ഇപ്പോൾ പോക്കിമോൺ, അതുപോലത്തെ തന്നെ ഇപ്പോൾ ബേബ്ലേഡ്, പിന്നെ ഡ്രാഗൺ ബോൾ സി, അതുപോലത്തെ ആനിമെ ആ സമയത്ത് കാണുമായിരുന്നെങ്കിലും ജപ്പാൻ എന്നുള്ള രാജ്യത്തിലോട്ട് അങ്ങനെ ഒരു ഇൻട്രസ്റ്റോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒരു 6th ഒക്കെ ആയപ്പോഴേക്കും എന്താ പറയുക ഓൺലൈനിൽ തന്നെ ജപ്പാനെ കുറിച്ച് ഭയങ്കരമായിട്ട് ഒരു ബൂം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിങ്ങിലായിരുന്നു ഞാൻ ഇതെന്താ സംഭവം എന്ന് കണ്ടു നോക്കാമെന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് ആനിമെ കാണാൻ വേണ്ടി തുടങ്ങിയതും. എന്നിട്ട് അവിടെ നിന്ന് ഞാൻ ഒരു മാങ്ക ഞാൻ ഫോളോ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ആ മാങ്കേൻ്റെ കോമിക്സ് ആണ്. അപ്പോൾ ആ കോമിക്സിൻ്റെ അപ്ഡേറ്റ്സ് ഭയങ്കര സ്ലോ ആയിരുന്നു. അപ്പോൾ അപ്ഡേറ്റ്സ് ചിലപ്പോൾ മാസങ്ങൾ പോയിട്ട് വർഷങ്ങൾ വരെ എടുക്കും ചില മാങ്ക ട്രാൻസ്ലേറ്റ് ആയി വരാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്വന്തമായിട്ട് പഠിക്കണായിരിക്കില്ല ഇതിനേലും എളുപ്പം എന്ന് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ വേറെ അക്കാഡമീസ് ഒന്നും പോയില്ല, സ്വന്തമായിട്ട് സെൽഫായിട്ട് തന്നെ പഠിച്ചു? അതെ, ഞാൻ സെൽഫ് സ്റ്റഡി ആണ്. ഓക്കെ, ഈ ജാപ്പനീസ് ലാംഗ്വേജ് പഠിക്കാനായിട്ട് ഡിഫിക്കൽട്ട് ഉണ്ടോ? അതായത് കുറേ പേര് പറയുന്നത് കുറച്ച് പാടാണ്, ആ ഒരു ടൈമിൽ അത് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുമോ? ഇപ്പോൾ ഡിഫിക്കൽട്ട് ആണെന്ന് വെച്ചാൽ ഡിഫിക്കൽട്ട് ആണ്. കാരണം മേജർ ഡിഫിക്കൽട്ടീസ് വരുന്നത് നമ്മളിപ്പോൾ മലയാളത്തിലും ഇംഗ്ലീഷൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഒരു സ്ക്രിപ്റ്റ് അല്ല. ജാപ്പനീസിൽ മെയിൻ ആയിട്ട് 3 സ്ക്രിപ്റ്റ്സ് ആണ് വരുന്നത്. ഇപ്പോൾ ഹിരാഗന, കഥകന എന്നുള്ള ഫോണറ്റിക് സ്ക്രിപ്റ്റ്സ് ശബ്ദങ്ങൾക്ക്, ഇപ്പോൾ നമ്മുടെ അക്ഷരമാല പോലെ തന്നെ വരുന്നുണ്ട്. പിന്നീട് കാഞ്ചി എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടേഴ്സ്, അത് കൂടുതലും മീനിങ്സിൽ ഉപയോഗിക്കുന്നത്. കാഞ്ചി ലിറ്ററലി ചൈനീസ് ക്യാരക്ടേഴ്സ് എന്നാണ്. ഈ 3 നമ്മൾ മാസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ജാപ്പനീസിൽ റിട്ടേൺ ആയിട്ടുള്ള ഫോർമാറ്റിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇത് വന്നുകൊണ്ട് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് ആൾക്കാർ പറയുന്നുണ്ട്, അത് ശരിയാണ്. അപ്പോൾ അതൊരു എക്സ്ട്രാ ബേർഡനായിട്ട് തോന്നും. പക്ഷെ നമുക്ക് വേറെ ഇപ്പോൾ ഫോറിനേഴ്സിനെ വെച്ച് നോക്കുമ്പോഴേക്കും കൂടുതലും എളുപ്പമായിട്ട് നമുക്ക് തോന്നുന്ന ഇച്ചിരി കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നി. അത് മെയിനായിട്ട് വന്നത് ഇപ്പോൾ നമ്മൾ ഗ്രാമർ കൂടുതലും മലയാളത്തിനോട് ഭയങ്കര അടുപ്പമുള്ള രീതിയിലാണ് ജാപ്പനീസിലത്തെ ഗ്രാമർ എന്താ പറയുക ഫോർമാറ്റ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് എല്ലാം നമുക്ക് ഡിഫിക്കൽട്ട് ആവുമെന്ന് വെച്ചാൽ അങ്ങനെയോ അല്ല. ഈസി ആയിട്ടുള്ള കമ്പാരിറ്റീവ്ലി വേറെ നേറ്റീവ് സ്പീക്കേഴ്സിനെ വെച്ച് നോക്കുമ്പോഴേക്കും നമുക്ക് മലയാളികൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഇൻ ജനറൽ ഇന്ത്യൻസിന് കൂടുതലും ഈസി ആയിട്ടുള്ള മലയാളത്തിനോടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഇച്ചിരി എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ക്ലോസ്നെസ്സിൻ്റെ തന്നെ ഗ്രാമർ ഒന്നും,
പക്ഷെ വേറെ ഒന്നും കൂടി നമുക്ക് ഇപ്പോൾ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നത് ലെറ്റേഴ്സ്. ഇപ്പോൾ ഇംഗ്ലീഷാണ് നമ്മൾക്ക് കൂടുതലും, ഇപ്പം നമ്മളുടെ നാട്ടിലത്തെ ആൾക്കാർ കൂടുതലും ഇംഗ്ലീഷും അതുപോലെ തന്നെ റൊമാൻസ് ലാംഗ്വേജസ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഫോറിൻ സ്റ്റഡീസ് എല്ലാം ചെയ്യുമ്പോഴേക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആൽഫബറ്റും അതുപോലത്തെ റോമൻ ലെറ്റേഴ്സും എല്ലാമായിരിക്കും നമ്മളുടെ ഫോക്കസിൽ വരുന്നത്. അതിനെല്ലാത്തിനും കറക്റ്റ് എഴുതിയേക്കണ പോലെ തന്നെ എല്ലാം നമ്മൾ എന്താ പറയുക പ്രൊണൗൺസ് ചെയ്യുന്നതും. ജാപ്പനീസ് കൂടുതലും മലയാളത്തിൻ്റെ ക്ലോസ് ആയിട്ട് വരുന്നത് ഇപ്പോൾ നമ്മൾ എഴുതിയേക്കണ പോലെ തന്നെയാണ് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു സിമിലാരിറ്റി ഉണ്ട്. പിന്നീട് ഇപ്പോൾ ഗ്രാമർ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഓൾമോസ്റ്റ് ഇപ്പോൾ എസ്പെഷ്യലി ഏർലി ലെവൽസ് ഓൾമോസ്റ്റ് സെയിം ആണ്. ഇംഗ്ലീഷിൽ പറയുന്നതിന് വെച്ച് ഭയങ്കര ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പോൾ +1 ടൈമിലാണ് N1 കംപ്ലീറ്റ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ജപ്പാനിലുള്ളവരും PR ഒക്കെ ഉള്ളവർക്കായാലും ഈ N1 ഇപ്പോഴും ക്ലിയർ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, അത് അത്രയും പെട്ടെന്ന് കിട്ടുന്നില്ല. അപ്പോൾ ആ ഒരു ടൈം നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു എങ്ങായിട്ടുള്ളത് +1 ടൈമിൽ എങ്ങനെ അത് പഠിച്ചെടുത്തു? ഈ N1 ക്ലിയർ ചെയ്യാന്നുള്ളത് എങ്ങനെ പഠിച്ചെടുത്തു? നമ്മളിപ്പോൾ N1 അല്ലെങ്കിൽ വേണ്ട JLPT അതുപോലത്തെ തന്നെ സിമിലർ ആയിട്ടുള്ള എക്സാമിനേഷൻസിൻ്റെ ഒരു പ്രശ്നം ഞാൻ കണ്ടേക്കണമെന്ന് വെച്ചാൽ കൂടുതലും ആൾക്കാർ എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ടായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ പക്ഷേ എൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക ഒരു അൺഫിൽറ്റേർഡ് ആയിട്ടുള്ള വേർഷനായിട്ട് എനിക്ക് എങ്ങനെയാണോ ആ ഓത്തർ എഴുതിയത്, എന്താണ് ആ ഓത്തർ സ്വന്തം വാക്കുകൾ പറഞ്ഞത്, അത് തന്നെ എനിക്ക് കിട്ടാൻ വേണ്ടിയുള്ള ഒരു അൺഫിൽറ്റേർഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടാനും കൂടിയാണ് ഇപ്പോൾ ജാപ്പനീസ് ഞാൻ പഠിച്ചത്. അപ്പോൾ എക്സാം എന്നുള്ള രീതിയിലല്ല ഞാൻ സത്യം പറഞ്ഞാൽ പഠിച്ചത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പോൾ വേറെ ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വരുന്ന രീതിയിൽ എനിക്കൊരു ഡിഫിക്കൽട്ടി വരാത്തത്. കാരണം അവർ കൂടുതലും ആ ഒരു സിലബസും സ്ട്രക്ചറും വെച്ചിട്ടാണ് പഠിക്കുന്നത്, എക്സാമിന് വേണ്ടി എന്നുള്ള രീതിയിലായി പോകും. പക്ഷെ ഞാൻ കൂടുതലും എൻ്റെ ആഗ്രഹം എന്തായിരുന്നു, നേറ്റീവ് ലെവല് കൂടുതലും എൻജോയ് ചെയ്യണം, സ്വന്തമായിട്ട് അത് കൺസ്യൂം ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മോട്ടിവേഷനുമായിട്ടുള്ള ഫാക്ടറിലായിട്ട് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. ജപ്പാനിൽ താമസിച്ചാൽ തന്നെ നമുക്ക് കൂടുതലും N1 എന്നുള്ള ലെവലിൽ വരുന്ന ചില ഗ്രാമറൊന്നും നമ്മൾ സ്വാഭാവികം യൂസ് ചെയ്യില്ല. ഇപ്പം നമ്മൾ എന്താ പറയുക ഇംഗ്ലീഷാണെങ്കിൽ തന്നെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന ഗ്രാമറൊന്നും നമ്മൾ പുതിയ ഉപയോഗിക്കാറില്ല. അപ്പോൾ ലാംഗ്വേജ് പഠിക്കണമെങ്കിലും നമുക്കിപ്പോൾ റിയൽ ലൈഫിൽ യൂസ് ചെയ്യാൻ വേണ്ടി ഒരു N2 മാക്സിമം ആണ് നമുക്ക് വരുന്നത്. ഇച്ചിരി കൂടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടേംസ് സംസാരിക്കാനും അല്ലെങ്കിൽ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലോയറോ അങ്ങനെയൊക്കെ വരുമ്പോഴേക്കാണ് N1 ആവശ്യം വരുന്നത്. അപ്പോൾ നോർമലി നമുക്കൊരു N2 N3 അതൊക്കെ പഠിച്ചിരുന്നാൽ മതി, അല്ലാതെ മറ്റേ ലോയർ അവർക്കൊക്കെ വേണ്ടിയിട്ട് N1 ഒക്കെ പഠിച്ചിരിക്കണം, അങ്ങനെയാണോ? റിയൽ ലൈഫ് കോൺവെർസേഷൻ നമുക്ക് മിനിമം ഒരു N3 ഉണ്ടെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമുക്ക് റിയൽ ലൈഫ് കൊണ്ടുപോകാൻ പറ്റും. N2 റെക്കമെൻഡഡ് ആണ്. ഇപ്പോൾ കൂടുതലും നമ്മൾ എന്താ പറയുക നേറ്റീവ് സ്റ്റുഡൻസിൻ്റെ ഒപ്പം ഇരുന്നിട്ട് ഇപ്പോൾ കോളേജ് വല്ല അറ്റൻഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ വർക്കോ വല്ലതും ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി കൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ ജാപ്പനീസ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യണ വർക്കിലും സ്റ്റഡീസിലും എല്ലാത്തിനും N2 മിക്ക സ്ഥലത്തും ഒരു റിക്വയർമെൻ്റ് ആയിട്ട് പറയാറുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ സ്വന്തമായിട്ട് ഇത് എക്സാമിന് വേണ്ടിയിട്ടല്ല പഠിച്ചത്, ഇഷ്ടപ്പെട്ട് പഠിച്ചതാണ്. അപ്പോൾ ജാപ്പനീസ് ലാംഗ്വേജ് എനിക്ക് തോന്നുന്നു ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? അത് എന്ത് കാര്യത്തിനോ ഇപ്പോൾ ജാപ്പനീസ് മാത്രമല്ല, നമ്മളിപ്പോൾ സ്വന്തം ആഗ്രഹത്തോടെ ഇപ്പോൾ എനിക്കിത് വായിക്കണം അതുകൊണ്ട് ഞാനിത് പഠിക്കും എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ വരുമ്പോഴേക്കും സാധാരണ ഒരു സ്റ്റുഡൻറ്റ് സ്വന്തം ഇഷ്ടപ്രകാരം പഠിക്കുകയാണെങ്കിൽ തന്നെ ഒരു സ്ട്രക്ചർ വരുമ്പോഴേക്കും നമ്മൾക്ക് വേണ്ട ഒരു കാര്യം എന്നുള്ളൊരു ആഗ്രഹം പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലും ഇപ്പോൾ എൻ്റെ ക്ലാസ്സുകളിലും ഞാൻ പ്രിഫറൻസ് കൊടുക്കുന്നത് ഇപ്പോൾ സ്റ്റുഡൻസിന് എന്താണ് വേണ്ടത്. ഇപ്പോൾ സ്റ്റുഡൻസിന് ഇന്ന ആനിമെ കാണാൻ വേണ്ടി ഇഷ്ടമുണ്ടെങ്കിൽ ആ ആനിമയിലത്തെ ഒരു ഫ്രേസസ് പറയുമ്പോഴേക്കും അതിൽ നിന്ന് ഞാൻ ബിൽഡപ്പ് ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ കൂടുതലും സിലബസ് ഫോളോ ചെയ്യണമെങ്കിലും കൂടുതലും ഒരു ഫ്ലോയിലാണ് ഞാൻ കൊണ്ടുവന്നത്. അപ്പോൾ നമ്മളൊക്കെ ഇത് പഠിച്ചു അല്ലെങ്കിൽ ഈ കാഞ്ചി വെച്ചിട്ട് നമുക്ക് ഈ കാഞ്ചി പഠിക്കാം, ആ രീതിയിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ അത് ഇച്ചിരി കൂടി എൻഗേജിംഗ് ആയിട്ടും എന്റർടൈൻമെന്റ് ആയിട്ടും തോന്നും, ബോറടിക്കില്ല. നമ്മുടെ മലയാള ലാംഗ്വേജ് പോലെ തന്നെ ജാപ്പനീസ് ലാംഗ്വേജും ബോറടിക്കാതെ പഠിപ്പിച്ചു കൊടുക്കും. +1 കഴിഞ്ഞിട്ട് N1 ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ എങ്ങനെയായിരുന്നു ജപ്പാനിലോട്ട് എത്തി? ആ ഒരു ജേണി പറയാൻ പറ്റുമോ? കാരണം ഇപ്പോൾ ടോക്കിയോ ഇന്റർനാഷണൽ അക്കാഡമി ആയിട്ട് ഇപ്പോൾ ഒരു 1 ഇയർ ആയിട്ട് നമ്മുടെ ജേണിയിൽ കൂടെയുണ്ട്. ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസിന്റെ ജേണീസ് അറിയാൻ പറ്റും. അപ്പോൾ അതൊന്നും എൻ്റെ അടുത്തൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? JLPT N1 ഫസ്റ്റ് ഞാൻ എഴുതി. ഞാൻ ശരിക്കും അറ്റംപ്റ്റ് ചെയ്ത ഫസ്റ്റ് എക്സാം N1 ആയിരുന്നു. കൂടുതലും എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് നിർബന്ധിച്ചിട്ടാണ് ഞാൻ അത് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരിത് വന്നത്. അപ്പോൾ ഞാൻ ഇത്ര നാളെ ഇപ്പോൾ ജാപ്പനീസ് ഉപയോഗിക്കണം, ഞാൻ ജാപ്പനീസ് സംസാരിക്കുന്നുണ്ട്, നേറ്റീവ് ലെവൽ കോണ്ടന്റ് ഞാൻ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ പുള്ളിക്കാരൻ N1 ഉണ്ടായിരുന്നു, ബ്രസീലിൽ നിന്നാണ്. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്നെങ്കിൽ JLPT N1 എഴുത്, നീ എൻ്റെ ഒപ്പം വാ, നമുക്ക് ഒരുമിച്ച് എൻജോയ് ചെയ്യാൻ ജപ്പാൻ രീതിയിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഒരു പുഷും കൂടി ഉണ്ടായതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് ഫാദറിൻ്റെ അടുത്ത് പറഞ്ഞു.
ഫാദറും കൂടി അതിനെ കുറെ എൻകറേജ് ചെയ്തു. ഓക്കെ. അപ്പം അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ പരീക്ഷ എഴുതുന്നത് ആ ഒരു ടൈമിങ്ങിൽ. അപ്പോൾ ഞാൻ ശരിക്കും 2 പരീക്ഷ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ N1 ഉച്ചക്ക് N3. ഒരു ഡേ തന്നെ 2 എക്സാം. ഓക്കെ. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം എഴുതിയത് എന്താ പറയുക, ജാപ്പനീസ് ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് JLPTൻ്റെ ഏറ്റവും ഹാർഡസ്റ്റ് എക്സാം അത് എഴുതി. പിന്നെ ഉച്ചക്കായിട്ട് N3 എഴുതി. അങ്ങനെ പാസ്സാകാൻ പറ്റി. പിന്നീട് N1 പാസ്സായി. സ്വന്തമായിട്ടൊന്ന് വർക്ക് ചെയ്യണം, ഫണ്ട്സ് ആ ഒരു സമയത്ത് ഇച്ചിരി ഉണ്ടായിരുന്നേക്കൊള്ളാന്ന് ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ജപ്പാനിലോട്ട് പോകാനും അതിനെല്ലാത്തിനും കൂടി എനിക്ക് എപ്പോഴും സെൽഫായിട്ടൊന്ന് ഫണ്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. അതെ. അപ്പോൾ ആ ഒരു ടൈമിങ്ങിൽ ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി തുടങ്ങി. +2 തീരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഫസ്റ്റ് ഗിഗ് കിട്ടി. അങ്ങനെ വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. എൻ്റെ പാരൻസിന് ഫണ്ടിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാസ് ഔട്ടായ സമയത്ത് എനിക്ക് ശരിക്കും ഒരു ഇഷ്യൂസ് കാരണം ഞാൻ അപ്ലൈ ചെയ്തില്ല. ഞാൻ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് എൻ്റെ ജാപ്പനീസ് എനിക്കറിയാം, എനിക്കിപ്പോൾ ഈ ഒരു 1 ഇയർ ഞാൻ എന്തോന്നാലും പഠിപ്പിക്കാൻ വേണ്ടി പോണേണ്. ഞാൻ ഇപ്പോൾ ചെയ്ത് നോക്കിയത് വെച്ചാൽ എനിക്കിത് ഇഷ്ടവും ആയി. എനിക്കിപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഒപ്പം കൂടുതലും സംസാരിക്കാനും എനിക്കിപ്പോൾ ഇത്ര ഇഷ്ടമുള്ള ഒരു കാര്യം എനിക്ക് സ്പ്രെഡ് ചെയ്യാനും ജപ്പാനിനെ കുറിച്ചുള്ള ഒരു ഭംഗിയും എനിക്ക് സ്പ്രെഡ് ചെയ്യാൻ സാധിക്കുന്നതിൽ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 ഇയർ ഞാൻ അങ്ങനെ ടീച്ചിങ് ആയിട്ട് ഞാൻ പോയി. പിന്നീട് അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ജാപ്പനീസ് ഒരു സ്കോളർഷിപ്പ് ഉണ്ട് ജപ്പാൻ ഗവൺമെൻറ്. അപ്പോൾ ആ സ്കോളർഷിപ്പ് അറ്റംപ്റ്റ് ചെയ്തു, കിട്ടി. ഇന്ത്യൻ്റെ എനിക്ക് തോന്നുന്നു ആ ഒരു ടൈമിൽ ഒരു 5-6 പേര് സെലക്ട് ആയിട്ടുള്ളൂ ഇന്ത്യയിൽ നിന്ന്. അപ്പോൾ ആ ഒരു ഇൻടേക്കിന് ഞാൻ ഡയറക്റ്റ് ആയിട്ട് പ്ലേസ്മെന്റ്. ഇപ്പോൾ നമുക്ക് ജാപ്പനീസ് ലാംഗ്വേജ് പ്രൊഫഷൻസി കുറവാണ് എങ്കിൽ നമുക്ക് കമ്പൽസറി ആയിട്ട് 1 ഇയർ എന്താ പറയുക പ്രിപ്പറേഷൻ കോഴ്സ് ഉണ്ടാവും. അപ്പോൾ അത് എടുക്കാണ്ട് ഞാൻ ഡയറക്റ്റ് ടൈം ഒട്ടും വേസ്റ്റ് ചെയ്തില്ല, പെട്ടെന്ന് അങ്ങ് ജപ്പാനിലോട്ട് എത്തണമായിരുന്നു. ഓക്കെ. അപ്പൊ കുറേ സ്റ്റുഡൻസിന് പറയുന്നു, നമുക്ക് വിളിക്കുമ്പോഴായാലും നമുക്ക് DM-ലായാലും കുറേ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ടൈം പീരീഡ് എന്തോരായിരിക്കും, എക്സാം കഴിഞ്ഞ് അപ്പം തന്നെ പോകാൻ പറ്റുമോ, അങ്ങനെയാണോ? പെട്ടെന്ന് നമുക്ക് ജപ്പാനിലോട്ട് കയറി പോകാൻ പറ്റുമോ? നമുക്കിപ്പോൾ ജപ്പാനിൽ പോകണമെന്ന് പറഞ്ഞാൽ ഇച്ചിരി വേഗമാണ്. ഇപ്പോൾ ജപ്പാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാജ്യത്ത് നമുക്ക് എങ്ങനെ പോകണം എന്നുള്ളതാണ് ഇവിടെ നമ്മളുടെ ഒരു ഡിസൈഡ് ഫാക്ടറായിട്ട് വരുന്നത്. ഇപ്പോൾ ഓഫ്കോഴ്സ് നിങ്ങൾക്ക് ടൂറിസ്റ്റ് വിസ ആണെങ്കിൽ 2-3 ദിവസം കൊണ്ട് വിസ ഇട്ട് പോകാൻ പറ്റും. പക്ഷേ ടൂറിസ്റ്റ് വിസ അല്ല, നമ്മളിപ്പോൾ നോക്കുന്നത് വർക്ക് അല്ലെങ്കിൽ എന്താ പറയുക സ്റ്റഡീസ് ആണെങ്കിൽ ജാപ്പനീസ് ലാംഗ്വേജ് പ്രൊഫഷൻസി നമ്മൾ പ്രോപ്പറായിട്ടുള്ള ലെവൽ വേണം, അവർ ചോദിക്കുന്ന ലെവൽ വേണം. ഇപ്പോൾ വർക്കിനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ N3 ചോദിക്കും, ചിലപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് വന്നേക്കുന്ന എന്താ പറയുക സ്കീംസ് ഒക്കെ ആണെങ്കിൽ N4 ആ ഒരു ലെവലിൽ ചോദിക്കും. അപ്പോൾ വേരിയഡ് ആയിരിക്കും. ഇപ്പോൾ സ്റ്റഡീസിനാണെങ്കിലും ഇപ്പോൾ നമുക്ക് ജപ്പാനാണെങ്കിൽ ജാപ്പനീസ് ലാംഗ്വേജ് സ്കൂളിൽ ചെന്ന് ജപ്പാനിൽ നിന്ന് പഠിക്കാം. അപ്പോൾ അത് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷനിൽ വരുന്ന എന്താ പറയുക മെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഫണ്ടിങ് ഇച്ചിരി വേണ്ടി വരും. കാരണം നമ്മൾ ഏകദേശം എത്ര ഒരു എമൗണ്ട്, ഒരു 4-5 ലക്ഷം എനിക്ക് തോന്നുന്നു. അത്ര ഉണ്ടെങ്കിൽ നമുക്ക് ഈ സെയിം എമൗണ്ട് നമ്മൾ ഇവിടെ നിന്ന് എടുത്ത് നമ്മൾ പോയാലും നമുക്ക് അവിടെ അത്രയും സാലറി ഉണ്ടാവും ആഫ്റ്റർ നമ്മുടെ സ്റ്റഡീസ് കഴിഞ്ഞ് കഴിയുമ്പോൾ ജോബിനായാലും. ഇവിടെ കിട്ടുന്നതിലും കൂടുതൽ സാലറി ഉണ്ടാവും. എന്തായാലും സാലറിയിൽ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്നതിന്റെ അപ്പുറം ഉണ്ടാവും. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായാലും നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞിട്ട് ഇന്റേൺഷിപ്പ് കൊടുക്കുന്നുണ്ട്, ട്രെയിനിങ്ങിന് വിടുന്നുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ജപ്പാനിലോട്ട് ചെയ്യുന്നു, ഞാനിപ്പോൾ എൻ്റെ ഒരു കോഴ്സ് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവർ തന്നെ അവിടെ നിന്ന് സ്കോളർഷിപ്പ് ആയാലും അതേപോലെ തന്നെ ഇന്റേൺഷിപ്പിനൊക്കെ അങ്ങനെ ഇതുണ്ടോ, സാധ്യതയുണ്ടോ? അത് ഓഫ് കോഴ്സ് ഇപ്പോൾ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് നല്ലൊരു കാൻഡിഡേറ്റ് വേണം. നിങ്ങളിൽ നിന്ന് ആ ഒരു പൊട്ടൻഷ്യൽ അവർ കാണുന്നുണ്ടെങ്കിൽ അവർ ഓഫ് കോഴ്സ് നമ്മളിപ്പോൾ പറഞ്ഞാൽ മതി, അവർ സഹായിക്കാൻ വേണ്ടി തയ്യാറാക്കി. ഇപ്പോൾ ജപ്പാനിൽ തന്നെ നമുക്കിപ്പോൾ ഇപ്പോൾ ഞാൻ അക്കൗണ്ട്സ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ ഞാനിപ്പോൾ നിഷോ ബൊക്കിക്കെൻതെ എന്നുള്ള ബുക്ക് കീപ്പിങ്ങിൻ്റെ ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ട്. അത് കമ്പൽസറി അല്ല, പക്ഷേ എനിക്കിപ്പോൾ അതിൻ്റെ ഹയർ ലെവൽസ് ഉണ്ട് എങ്കിൽ എനിക്കവർ എല്ലാ മാസവും സാലറി ഹൈക്ക് ചെയ്ത് തരും. അപ്പോൾ ആ രീതിയിൽ അവർ കുറേ കമ്പനീസ് നമ്മളിപ്പോൾ സ്വന്തമായിട്ട് ഒരു സർട്ടിഫിക്കേഷൻ ഇപ്പോൾ USCPA ഇപ്പോൾ അക്കൗണ്ടൻസിൻ്റെ അമേരിക്കൻ്റെ സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻറ്റ് ഇതെല്ലാം എടുക്കാൻ വേണ്ടി അവിടെ നമ്മളുടെ സ്ഥാപനം തന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്തു തരും. അപ്പോൾ ജപ്പാനിൽ ഇൻ ജനറൽ നമുക്ക് കൂടുതലും നമ്മളോട് അവർക്കൊരു എന്താ പറയുക ഒരു താല്പര്യം തോന്നിയാൽ അവർ തീർച്ചയായിട്ടും സഹായിക്കാൻ വേണ്ടി വളരെ ടെംപ്റ്റഡ് ആയി. ഓക്കെ. ഇപ്പോൾ നമ്മളിപ്പോൾ സെൽഫായിട്ട് പോകുന്നതാണ് പെട്ടെന്ന് നമുക്ക് ജപ്പാനിൽ ഇപ്പോൾ സ്വന്തമായിട്ട്
കാര്യങ്ങൾ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ജപ്പാനിലോട്ട് എത്തിയത്. അതോ ഒരു അക്കാഡമി പോയി പഠിച്ച് അതിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? അതായത് അക്കാഡമി പോയി പഠിച്ച് പെട്ടെന്ന് എത്താൻ പറ്റുമോ, അതിൽ സെൽഫായിട്ട് പഠിച്ചാലാണോ പെട്ടെന്ന് എത്താൻ പറ്റുക? തിയറിറ്റിക്കലി സ്പീക്കിംഗ് നമുക്കിപ്പോൾ സ്വന്തമായിട്ട് പഠിക്കണായിരിക്കും ഫാസ്റ്റ്. ഓക്കെ, പക്ഷെ അത് എത്ര പേർക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇവിടെ ആ ഒരു ഇഷ്ടമുള്ളത് കൊണ്ട് സ്വന്തമായിട്ട് പെട്ടെന്ന് പഠിച്ചെടുക്കാം. അതിപ്പോൾ ഇഷ്ടം ഇപ്പോൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇഷ്ടമില്ലെന്നല്ല, സെൽഫായിട്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെയായിരിക്കും അവിടെ കാരണങ്ങൾ. ഇപ്പോൾ എന്താ പറയുക, എനിക്കിപ്പോൾ വൈഫും ഉണ്ട്, ചിൽഡ്രൻ ഉണ്ട്, എനിക്ക് അവൻ്റെ കാര്യം നോക്കണം. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വർക്ക് ചെയ്യണതാണ്. അതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് ഞാൻ പഠിക്കാനാണ്. അപ്പോൾ ടൈമിൻ്റെ ഒരു ഇഷ്യൂ വന്ന് ഞാനിപ്പോൾ പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴേക്കും ഇപ്പോൾ ലൈഫിൻ്റെ വേറെ ഇഷ്യൂസ് വന്നു, ഇപ്പോൾ ഫണ്ട്സിൻ്റെ ഇഷ്യൂസ് വന്നാലും എനിക്കത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് അപ്പ് ചെയ്യാൻ പറ്റിയാലും മാത്രമേ ഇത് സെൽഫ് സ്റ്റഡി ആണെങ്കിലും സ്പീഡിൽ പോകാൻ പറ്റുള്ളൂ. പക്ഷെ അത് നിർബന്ധമായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ അത് എല്ലാവർക്കും പറ്റണമെന്നില്ല. എനിക്കൊന്നും ഒരു മെജോറിറ്റി ആയിരിക്കും അങ്ങനെ ചെയ്യാൻ പറ്റൂല. അത് അവർക്ക് എന്നാലും അത് സ്കില്ലും ടാലൻറ്റും മാത്രമല്ല, നമ്മളുടെ ലൈഫിൻ്റെ ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന ഡിഫിക്കൽട്ടീസും അതെല്ലാം കൂടി അതിലൊരു വലിയൊരു റോള് പ്ലേ ചെയ്യാണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കൂടുതലും കൂടി ഒരു സ്ഥാപനത്തിൽ ചെന്ന് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെന്ന് ചെയ്യണമെങ്കിൽ കൺസിസ്റ്റൻസി ഉറപ്പായിട്ടും ഉണ്ടാവും. പിന്നെ ഓഫ് കോഴ്സ് നമ്മളിപ്പോൾ പൈസ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ നമുക്ക് ഇപ്പോൾ ഞാൻ ഫ്രീ ആയിട്ടാണ് ഇപ്പോൾ പഠിക്കണമെങ്കിൽ ഞാൻ ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻസിൽ ഞാൻ കണ്ടിട്ടുണ്ട്, കൂടുതൽ നേരത്തെ സെൽഫ് സ്റ്റഡി ചെയ്യാൻ വേണ്ടി നോക്കിയേക്കുന്ന സ്റ്റുഡൻസിൽ ഞാൻ കണ്ടേക്കുന്നത് അവർ ഞാൻ സെൽഫായിട്ട് ഞാൻ ഫ്രീ ആയിട്ട് ഞാൻ കുറേ പഠിക്കാൻ നോക്കി. അപ്പോൾ കുറേ ആപ്സ് ഞാൻ ഉപയോഗിച്ചു, പക്ഷേ എനിക്കൊന്നും ശരിയായില്ല അങ്ങോട്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ലൂസ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്കൊരു എന്താ പറയുക ഒരു മോട്ടിവേഷൻ ഉണ്ടാവും. ഇപ്പോൾ ഞാനൊരു 1,00,000 രൂപ ഞാൻ ചിലവാക്കി ഈ വണ്ടി മേടിക്കാൻ, ഈ വണ്ടി ഞാൻ എല്ലാ ദിവസവും ഓടിച്ച് ഞാൻ പരിപ്പളക്കും എന്നുള്ളൊരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമുക്കിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചെന്നാലും ആ ഒരു മോട്ടിവേഷൻ പിന്നീട് ടീച്ചറിനോടുള്ള കണക്ഷൻ, നമുക്ക് ജാപ്പനീസ് സംസാരിക്കാൻ വേണ്ടി എന്താ പറയുക ടീച്ചറും ഉണ്ട്, ഡൗട്ട്സ് ചോദിക്കാൻ. പിന്നെ അതുമാത്രമല്ല നമ്മൾ എന്താ പറയുക ഒപ്പം പഠിക്കുന്ന സ്റ്റുഡൻസിൻ്റെ ഒപ്പം നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കാം, കണക്ഷൻസും കിട്ടും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് സ്വന്തമായിട്ട് പഠിക്കണതിൽ മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ ശരി പോസിബിൾ ആണ്, എന്നാലും ഡിഫിക്കൽട്ടാണ്. പക്ഷേ മോട്ടിവേഷനും കൺസിസ്റ്റൻസിയും കൂടുതൽ എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടി നമുക്കിപ്പോൾ എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂഷൻ എടുക്കണമായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. കാരണം ഇപ്പോൾ പറഞ്ഞ പോലെ കുറച്ച് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഞാൻ അവിടെ പോയി പഠിക്കണമെന്ന് വിചാരിച്ചിട്ട് പഠിക്കേണ്ടി വരും. ഇപ്പോൾ ജാപ്പനീസ് ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞ് നമ്മളിപ്പോൾ ജപ്പാനിൽ എത്തിക്കഴിഞ്ഞാൽ എത്രത്തോളം നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതേപോലെ തന്നെ ഇപ്പോൾ സോഫ്റ്റ്വെയർ മേഖലയിലൊക്കെ ആയാലും എത്രത്തോളം നമുക്ക് പെട്ടെന്ന് ജോബ് കിട്ടുമോ, അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ എന്താ പറയുക കൂടുതലും സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള മേഖലയിലാണ് നമുക്ക് വേക്കൻസീസ് ജപ്പാനിൽ വരുന്നത്. അപ്പോൾ ഇന്ത്യയിലത്തെ കേസിൽ ഇന്ത്യ കൂടുതലും അറിയപ്പെടുന്നത് അതിൻ്റെ എന്താ പറയുക ഇപ്പോൾ IT മേഖലയിലുള്ള ഒരു ടാലൻറ്റിന് ഇത് വെച്ചിട്ടാണ്, ഹ്യൂമൻ റിസോഴ്സിൻ്റെ സ്ട്രെങ്ത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ത്യയും കൂടുതൽ അറിയപ്പെടുന്നത്. അത് ജപ്പാനും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ ജപ്പാനിൽ നമ്മളിപ്പോൾ ചെന്നാലും ഞാൻ ഇപ്പോൾ ടാക്സിയിലേക്ക് കയറുമ്പോഴേക്കും ഞാൻ ഇന്ത്യയിൽ നിന്നാന്ന് പറയുമ്പോഴേക്കും അവരെപ്പോഴും പറയും ഇന്തോജിയും അത്തമക ഈ ദിസ്നേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലേവർ ആണെന്ന്. ഇപ്പോൾ കമ്പ്യൂട്ടാഗാസ് ഹിറ്റ്സുയോയി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ കൂടുതലും നമ്മളുടെ ഇപ്പോൾ ജാപ്പനീസ് ആൾക്കാർ നമ്മൾ കാണുമ്പോഴേക്കും കൂടുതൽ നമ്മളുടെ IT സ്കിൽസ് ഭയങ്കര നല്ലതാണെന്ന് അവർക്ക് ഒരു ഇംപ്രഷൻ ഉണ്ട്. അവർക്ക് നമ്മുടെ IT ഇതൊക്കെ നന്നായിട്ടാണെന്ന്. അപ്പോൾ നമ്മളുടെ ഇവിടെ ഗ്ലോബലി സ്പീക്കിംഗ് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ്. അപ്പോൾ നമ്മളുടെ ഇവിടെ മെയിനായിട്ട് ജാപ്പനീസ് ലാംഗ്വേജ് ഇല്ലാണ്ട് പോകാൻ പറ്റുന്നത് ആകെയുള്ള ഒരു ഓപ്ഷൻ, ഏക ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജോലി ആണെങ്കിൽ IT മേഖലയിലായിരിക്കും. പക്ഷെ അങ്ങനെ തന്നെ പോകണമെങ്കിൽ തന്നെ കുറേ വർഷം നമുക്കിപ്പോൾ എക്സ്പീരിയൻസും അതുപോലെ തന്നെ നമ്മുടെ ഇൻ്റർനാഷണൽ ഫേംസ് ആണെങ്കിലൊക്കെ നമുക്ക് അങ്ങനെ പോകാനുള്ള ഓപ്ഷൻസ് കിട്ടും. അല്ല ഇപ്പം നമ്മൾ വേറെ ഏതെങ്കിലും ഒരു മേഖലയിലാണ്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു സ്കില്ലുണ്ട്, ഇപ്പോൾ ജപ്പാനിലോട്ട് സോഫ്റ്റ്വെയർ അല്ലാത്തൊരു മേഖലയിലാകുമ്പോഴേക്കും തന്നെ നമുക്ക് വളരെ ഡിഫിക്കൽട്ടായിരിക്കും ജോബ് ആപ്ലിക്കേഷൻ പ്രോസസ്സ്. എസ്പെഷ്യലി ഇപ്പോൾ ജാപ്പനീസ് ലാംഗ്വേജ് ഇല്ലെങ്കിൽ അഫ്കോഴ്സ് അവർ വിസേൻ്റെ കാര്യങ്ങൾ ഡീൽ ചെയ്യണം. വിസേൻ്റെ കാര്യം നിങ്ങൾക്കറിയാമായിരിക്കും എല്ലാവർക്കും, എന്തോന്നാലും ഗ്യാരണ്ടീഡ് അല്ല. അപ്പോൾ കമ്പനി അത്രയും ടൈമും റിസോഴ്സസും എല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവർ കൂടുതലും എന്താ പറയുക ഇൻവെസ്റ്റ് ചെയ്യാൻ മടി കാണിക്കും. അപ്പോൾ ഒരു ഫോറിൻ കൺട്രീസിൽ നിന്ന് ജപ്പാനിലോട്ട് ടാലൻസ് എടുക്കണ വെച്ച് കുറവായിരിക്കും. പിന്നീട് ഇപ്പോൾ ജാപ്പനീസ് ലാംഗ്വേജ് ഉണ്ടെങ്കിലും പ്രൊഫഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വിസേന്റെ കാര്യത്തിൽ ഇച്ചിരി കൂടി എളുപ്പമായിരിക്കും. ലാംഗ്വേജ് പഠിച്ചെടുത്ത് പെട്ടെന്ന് നമുക്ക് വിസയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇതാക്കാം. അതെ, ഇപ്പോൾ PR കിട്ടാൻ വേണ്ടി തന്നെയാണെങ്കിൽ നോർമലി ജപ്പാനിൽ 10 വർഷമാണ് ഉള്ളത് PR കിട്ടണമെങ്കിൽ ഓട്ടോമാറ്റിക് കൺവേർഷൻ. അല്ല നമ്മളിപ്പോൾ ജാപ്പനീസ് ലാംഗ്വേജ് ഉണ്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഹൈലി സ്കിൽഡ് ആണ്
ഒരു പോയിന്റ് സിസ്റ്റം ഇവർ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 2 വർഷം മുമ്പ് കണ്ടു ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്കിപ്പോൾ 70 പോയിന്റ്സ് ഉണ്ടെങ്കിൽ 3 ഇയേഴ്സ്, 70 പോയിന്റ്സ് എത്തിയതിന് ശേഷം 3 ഇയേഴ്സ്, 80 പോയിന്റ്സ് ഉണ്ടെങ്കിൽ 80 പോയിന്റ്സ് എത്തിയതിന് ശേഷം ഒരു വർഷം എന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം PR. അപ്പോൾ ആ രീതിയിൽ അപ്പോൾ ഇതിനെല്ലാത്തിലും N2ഉം N1ഉം 15 പോയിന്റ്സ് ആണ്. N2 10 പോയിന്റ്സ്, N1 15 പോയിന്റ്സ്. അതുപോലെ തന്നെ നമ്മളുടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ജാപ്പനീസ് ഏജൻസിയിലത്തെ എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂട്ടിലത്തെ സാലറി, നമ്മളുടെ കയ്യിലുള്ള എന്താ പറയുക ഡിഗ്രി ആണോ ബാച്ചിലേഴ്സ് ആണോ മാസ്റ്റേഴ്സ് ആണോ ഉള്ളത്, അതെല്ലാം അനുസരിച്ചിട്ട് നമുക്ക് വേറെ പോയിന്റ്സ് കിട്ടും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കൺസിഡറേഷനും ജാപ്പനീസ് ഗവൺമെൻറ് ഒരുപാട് തരും. ഇത് പക്ഷേ ജപ്പാനിൽ എത്തുന്നതിന് മുമ്പായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കൂടുതൽ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ജപ്പാനിൽ നമ്മൾ എത്തി, അല്ലെങ്കിൽ നമുക്കിപ്പോൾ നിങ്ങൾക്കിപ്പോൾ കുറേ സ്റ്റുഡൻസ് എന്താ പറയുക ഇപ്പോൾ കുറേ സ്റ്റുഡൻസ് ഇപ്പോൾ കാണുന്നുണ്ടാവും, അവർക്ക് എല്ലാവർക്കും ഞാനിപ്പോൾ IT ഞാൻ പഠിച്ചു, അല്ലെങ്കിൽ ഞാൻ ഒരു ഡിഗ്രി ഞാൻ എടുത്തു, അല്ലെങ്കിൽ എനിക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷേ എനിക്ക് ജപ്പാനിലോട്ട് പോകണം. അപ്പോൾ അവർക്ക് ലാംഗ്വേജ് ഇല്ലാണ്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ലാംഗ്വേജ് വേറെ രീതി പറഞ്ഞാൽ ലാംഗ്വേജ് മാത്രം ഉണ്ടെങ്കിൽ, അത് മാത്രം എക്സ്ട്രാ ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര എളുപ്പമായിരിക്കും. അപ്പോൾ ആ ഒരു ലാംഗ്വേജ് ബാരിയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജപ്പാനിലുള്ള ആൾക്കാരിൽ തന്നെ, ഞാൻ ഫോറിനേഴ്സിൽ തന്നെ കുറേ കാണുന്നത്, എനിക്ക് ആ സമയത്ത് ഞാൻ ജപ്പാനിൽ വന്ന സമയത്തോ അല്ലെങ്കിൽ അതിന് മുമ്പായിട്ടൊന്ന് ജാപ്പനീസ് ഒന്ന് പഠിച്ചായിരുന്നെങ്കിൽ എനിക്ക് എന്ത് സ്മൂത്തായിട്ട് ഇവിടെ ലൈഫ് മാത്രമല്ല പ്രൊമോഷൻസും എല്ലാ കാര്യത്തിലും ലൈഫ് ഇൻ ജനറൽ ജപ്പാനിൽ ഭയങ്കര സ്മൂത്തായിട്ട് പോയാനെ. അത് മാത്രമല്ല ഇപ്പോൾ PR കേസിൽ എല്ലാത്തിനും ലാംഗ്വേജ് അവർ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കാണിക്കുന്ന സ്ഥലം തന്നെയാണ്. അത് പിന്നെ ജപ്പാൻ്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ്, അവർ ഇംഗ്ലീഷ് ഉപയോഗിക്കുമെങ്കിലും നമ്മളുടെ നാട്ടിൽ കാണുന്ന പോലെ ഏതും ഇംഗ്ലീഷിൽ എഴുതൂല. കൂടുതലും അവിടെ ജാപ്പനീസ് അറിഞ്ഞുണ്ടെങ്കിൽ ജീവിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു രീതിയിലാണ് ജപ്പാൻ ഉള്ളത്. അപ്പം അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വർക്കുമാണ്, അതിൻ്റെ ഒരു എന്താ പറയുക സ്ട്രെങ്ത്തുമാണ് ലാംഗ്വേജ്. അപ്പോൾ അവർ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ലാംഗ്വേജ് അറിയാമെങ്കിൽ അവർ നമ്മൾക്കും ആ സെയിം ഇമ്പോർട്ടൻസ് തരും. അപ്പൊ ലാംഗ്വേജ് മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരുന്നാൽ ജപ്പാനിലോട്ട് പോകാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും, ജോബ് കുറച്ചും കൂടി പെട്ടെന്ന് കിട്ടി സെറ്റിൽ ആവാം. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഇടയ്ക്ക് ഒരു ഓപ്പണിംഗ് ഉണ്ടെന്ന് തോന്നുന്നു, അതായത് ലാംഗ്വേജ് പഠിച്ച് 4-വീലർ ലൈസൻസിൽ ഉണ്ടെങ്കിൽ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ലാംഗ്വേജ് മാത്രം പഠിച്ചാൽ മതി, 1 ഇയർ എക്സ്പീരിയൻസ് ലൈസൻസിൽ നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി അവരിപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി എൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇത്രയും ജപ്പാനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരുകയും ഭയങ്കര എന്താ പറയാ എങ്ങാനൊരു ടൈമിൽ തന്നെ ജാപ്പനീസ് പഠിക്കുകയും N1 ഒക്കെ ക്ലിയർ ചെയ്യും. ഇനി ഫ്യൂച്ചർ എന്താണ്, അതായത് ജപ്പാനിൽ തന്നെ സ്ഥിരമാക്കാൻ തീരുമാനിച്ച് ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ PR ഒക്കെ ആയിട്ട് അവിടെ ജീവിക്കാനായിട്ടാണോ, അതോ ഇനി ഇന്ത്യയിലോട്ട് വരാൻ ആഗ്രഹം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ? എനിക്കിപ്പോൾ കറന്റ്ലി എൻ്റെ പ്ലാൻസ് PR എടുക്കാനും അവിടെ സെറ്റിൽഡ് ആണ്. പക്ഷെ എന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിലോട്ട് വരാൻ നിർത്തൂല. ഇപ്പൊ ഫാമിലി ഇവിടെ തന്നെയാണ്, പിന്നീട് നാടിനും അതിൻ്റെതായിട്ടുള്ള ഒരു നൊസ്റ്റാൾജിയ വരും ഇടക്കിടക്ക്. ഒരു മീനൊക്കെ കഴിക്കാനൊക്കെ തോന്നും. അപ്പൊ ആ ഒരു ടൈമിങ്ങിൽ ഇടക്കിടക്ക് ഇങ്ങനെ വരാനും പ്ലാൻ ഉണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് ഇപ്പോൾ ജപ്പാനിൽ തന്നെ സെറ്റിൽ ആവാനാണ് കുറച്ചും കൂടി ലൈഫ് അവിടെ സെറ്റിൽ ആവുന്ന ഒരു ഇത്. അതിപ്പോ ഞാൻ കുറെ നാൾ മുമ്പ് മുതൽ വരെ ഞാൻ എന്താ പറയാ ജപ്പാനിൽ താമസിക്കണമെന്നും ആ രീതി തന്നെയാണ് ഞാൻ എന്താ പറയാ ആഗ്രഹിച്ചതും. ആ ഒരു ആഗ്രഹം അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ്. വല്ലപ്പോഴും നാട്ടിൽ വന്ന് കുറച്ച് ചോറും കറിയൊക്കെ കഴിച്ച് ഇവിടെ എല്ലാവരും ഫാമിലിനെയും കണ്ട് തിരിച്ച് ബാക്ക് ടു ജപ്പാൻ. ഇതാണ് ലൈഫിന്റെ എൻഡിങ്ങിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഇത്രയും നേരം സംസാരിച്ചു. അപ്പൊ ഞാൻ എന്റെ